രമേഷ് പിഷാരടിക്ക് സിനിമയിൽ നിന്നും ലഭിച്ച ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് നടൻ കുഞ്ചാക്കോ ബോബനാണ്. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുന്നുമുണ്ട്. കുടുംബസമേതം ഒരുമിച്ച് യാത്രകൾ പോകുന്നതിൻ്റെയും പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുമുണ്ട്. മഞ്ജു വാര്യരാണ് ഇവരുടെ ഗ്യാങ്ങിലെ മറ്റൊരു മെമ്പർ. വിദേശ ട്രിപ്പുകൾ മൂവരും ഒരുമിച്ച് കുടുംബസമേതം നടത്തുമ്പോൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതുമെല്ലാം കുഞ്ചാക്കോ ബോബന്റെ ഭാര്യ പ്രിയയാണ്. രമേഷ് പിഷാരടിയും കുഞ്ചാക്കോ ബോബന്റെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന ലേബിലാണ് മഞ്ജു വാര്യർക്ക്. ഇരുവരുടെ മക്കളുടെ ഏത് പരിപാടിക്കും നിറസാന്നിധ്യമായി മഞ്ജു എപ്പോഴും ഉണ്ടാകാറുമുണ്ട്. സരസമായ സംഭാഷണവും കൗണ്ടറുമാണ് രമേഷ് പിഷാരടിയുടെ പ്രധാന സവിശേഷത. ഏത് സിറ്റുവേഷനിൽ ചെന്നാലും നിമിഷ നേരം കൊണ്ട് നർമ്മം സൃഷ്ടിച്ച് സംസാരിക്കും. ഇപ്പോഴിതാ അത്തരത്തിൽ രമേഷ് പിഷാരടി നടത്തിയ ഒരു സംസാരമാണ് ചർച്ചാ വിഷയമാകുന്നത്. കുഞ്ചാക്കോ ബോബന് കുഞ്ഞുണ്ടാകാൻ വൈകിയതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയായിട്ട് വീഡിയോയിൽ പിഷാരടി സംസാരിക്കുന്നത്. ഇതുപോലൊരു സെൻസിറ്റീവ് വിഷയത്തെക്കുറിച്ച് കുഞ്ചാക്കോ ബോബനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് രമേഷ് പിഷാരടി തമാശ സൃഷ്ടിച്ചുകൊണ്ട് വീഡിയോ കണ്ടന്റ് പലർക്കും ഇഷ്ടമായിട്ടില്ല. ആ എതിർപ്പ് കമന്റ് ബോക്സിൽ വിമർശനമായി പ്രതിഫലിക്കുകയും ചെയ്തു. ചാക്കോച്ചന് ഈസ് ഉണ്ടാകാൻ വൈകിയല്ലോ, അപ്പോൾ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ എൻ്റെ ഇളയ കുഞ്ഞിനൊപ്പം ഈസും കളിക്കുന്നത് കാണാം. മാത്രമല്ല പുതുതായി കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നവരുടെ ഒക്കെ പിള്ളേരും അക്കൂട്ടത്തിൽ കാണും. ആ മാതാപിതാക്കളുടെ ഗ്യാങ്ങിൽ ചെറിയ ചെറുക്കനായ ചാക്കോച്ചനും ഇടയ്ക്ക് നിൽക്കാറുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആയകാലത്ത് ചാക്കോച്ചന് അതുപോലൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ മീനാക്ഷിയുടെ പ്രായമുള്ള കൊച്ചിപ്പോൾ കുഞ്ചാക്കോ ബോബന് പപ്പയെന്ന് വിളിക്കുമായിരുന്നു. പുള്ളി രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഈസ് 3-ാം ക്ലാസ്സിൽ എത്തിയതല്ലേ ഉള്ളൂ എന്നായിരുന്നു പിഷാരടി പറഞ്ഞത്. സുഹൃത്തിന്റെ തമാശ കേട്ട് കുഞ്ചാക്കോ മുഴുവൻ സമയം പുഞ്ചിരിയോടാണ് നിന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് മീനാക്ഷി ആനുവിന്റെ അച്ഛൻ വേഷം കുഞ്ചാക്കോ ബോബൻ ചെയ്തിരുന്നു. ആദ്യമായാണ് ഒരു മുതിർന്ന പെൺകുട്ടിയുടെ അച്ഛൻ റോൾ സിനിമയിൽ നടൻ ചെയ്തത്. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന നിറസല്ലാപം ഷോയിൽ മീനാക്ഷി അതിഥിയായി വന്നപ്പോഴാണ് കുഞ്ചാക്കോ ബോബനെ കുറിച്ചുള്ള ഈ തമാശ രമേഷ് പിഷാരടി പങ്കുവച്ചത്. എന്നാൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകിയെന്ന വിഷമം തമാശയോടാണെങ്കിൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് തമാശ സൃഷ്ടിച്ച കുഞ്ചാക്കോ ബോബനെ വേദനിപ്പിച്ച് കാണും എന്നാണ് കമന്റുകൾ. നിങ്ങൾ കുട്ടിയുമായി സന്തോഷിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യൻ എത്ര വേദനിച്ചു കാണും. ആ മനുഷ്യനെ പൊതുവേദിയിൽ നിർത്തി ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അയാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും. അങ്ങേരുടെ മനസ്സ് വേദന ആ ചിരിയിലുണ്ട്. ഇതൊന്നും മനുഷ്യസാധ്യമല്ല. ഓരോരുത്തരുടെ യോഗമാണ്. അത് തമാശയായിട്ട് തോന്നിയാലും ഇല്ലെങ്കിലും ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാകേണ്ടതല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വെറുതെ അഭിപ്രായം പറഞ്ഞ് ഉള്ള വിള കരയുന്നെന്ന് പിഷാരടി.